സന്തോഷിക്കാൻ പറയട്ടെ ഒരു മിനിറ്റ്. ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും. അതായത് ബിജെപിയുടെ കൊടി വലിച്ചെറിയുന്നു, കോലം കത്തിക്കുന്നു, പ്രതിഷേധം നടത്തുന്നു, അവർ പ്രതിജ്ഞ നടത്തുന്നു, ബിജെപിക്ക് ഇനി വോട്ട് ചെയ്യില്ല എന്ന് പ്രതിജ്ഞ നടത്തുന്നു, അങ്ങനെ പല കാര്യങ്ങൾ. കാരണം ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ ബിജെപി ഭരിക്കുന്ന പല സ്ഥലങ്ങളും, അതായത് ആസാം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തന്നെ യു പി ആ ഏരിയകളിൽ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ. ഡൽഹിയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുക. അത് യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തിട്ടാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. ഇതിനെന്താണ് റീസൺലി കാരണം എന്നുള്ളത് ആർക്കെങ്കിലും അറിയാവും? എല്ലാത്തിൻ്റെ മേളിൽ UGC ഇൻ ലോ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോഴും മനസ്സിലാവുന്നില്ല. നമുക്കൊന്നും മതി, ബിജെപിയുടെ കൊടി കളയുന്നുണ്ട്, അവർക്കെതിരായിട്ട് അവരുടെ സ്വന്തം അനുയായികൾ, അതായത് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അനുയായികൾ ചെയ്യുന്നു, അത്രേ പറയാനുള്ളൂ. എന്താണ് റീസൺ എന്ന് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും ഒരു കോളും ഉണ്ട് നമുക്ക്. എന്താണെന്ന് ചോദിച്ചു ജനറൽ, അതായത് നമ്മുടെ എന്താ പറയാ, നമ്മുടെ മതം നമ്മൾ ഏത് മതത്തിൽപ്പെട്ടാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു മുസ്ലിം ആണെങ്കിൽ OBC, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ കൂടി ഹിന്ദുക്കൾ, കുറഞ്ഞ ഹിന്ദുക്കൾ, അങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ട്. അത് ആ ഒരു ഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു വേർതിരിവ് വരാറ്. അത് കുറഞ്ഞ ഹിന്ദുക്കളും കൂടിയ ഹിന്ദുക്കളും. അത് ഏറ്റവും ചുരുക്കി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിക്ക് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് മനസ്സിലാക്കുന്നത് ഈ ഒരു സംഭവം സ്വപ്നമാണ്. ഒരു ഉന്നത അതിൽപ്പെട്ടവരാണ് ഈ ഒരു പ്രശ്നം നടത്തുന്നത്. അതായത് മോദിയുടെ കൂടെ, അല്ലെങ്കിൽ ആ ഒരു BJPയുടെ കൂടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഉയർന്ന ഹിന്ദുക്കൾ, അതായത് താഴെ കിടക്കുന്നവരെ കാണാൻ പാടില്ല. പണ്ട് കുമ്പളി കുത്തി കൊടുത്ത ടീമുകളുണ്ടല്ലോ, അവരൊന്നും കാണാൻ ഇപ്പോഴും പാടില്ല. ഹിന്ദുക്കളുടെ വേർപാടുള്ള ആ ഒരു ടീമുകൾ ഇന്ന് പ്രതിഷേധം നടത്താണ്. കോളേജുകളിൽ നിന്നും ആ ഒരു കോളം ഇല്ലായ്മ ചെയ്തു. അതായത് ഈ പറഞ്ഞ പോലെ അത് ജനറലായിട്ട് എല്ലാവരും ജനറലിൽ എല്ലാവർക്കും ഒരേ ഒരു രീതി, അതായത് കോളേജുകളിലും മതം വേണ്ട, അതൊരു വിഭാഗം, അങ്ങനെ ഒരു കോളം വേണ്ട എന്ന് ഇവർ തീരുമാനിച്ചു. അതായത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ്, അതായത് നമ്മുടെ മോദിജി തീരുമാനിച്ചപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞു, ഇത് മോദിജിക്ക് എതിരായിട്ട് പ്രതിഷേധിച്ചതാണോ, അതോ അവർ ചെയ്ത് തന്നെ അവർ അനുയായികളിൽ നിന്ന് തിരിച്ചു ചെയ്യുന്നതാണോ? ഇപ്പൊ ആരുടെ കൂടി സപ്പോർട്ട് ആണ്? ഇപ്പൊ മനസ്സിലായി. അതായത് മതപരമായിട്ട് ഞങ്ങൾക്ക് സാധാരണ രീതിക്ക് കോളേജുകളിൽ പഠിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഉയർന്ന ജാതകത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്, ഞങ്ങൾക്ക് ആ പദവി തന്നെ വേണം. കുറഞ്ഞ ആൾക്കാരുടെ പദവി ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ജനറലായിട്ട് നിൽക്കാൻ താല്പര്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മതവും ഞങ്ങളുടെ മതത്തിന്റെ ആ ഉയർച്ചയും ഞങ്ങൾക്ക് ഇന്നും വേണം എന്നുള്ളൊരു പ്രതിഷേധമാണ് ആ കണ്ടത്. ഇത് അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. എങ്ങനെ ഇരിക്കുന്നത് ഇത് കാണുമ്പോൾ പല ആൾക്കാരും ചിന്തിച്ചിട്ടുണ്ടാവും, ഇന്ന് പല ആൾക്കാർ സന്തോഷിച്ചിട്ടുണ്ടാവും. BJPക്ക് എതിരായിട്ട് അവരെ അനുയായികൾ തന്നെ ഒരു വിധത്തിൽ സന്തോഷമായിരിക്കാം. അനുയായികൾ തന്നെ എതിർക്കുന്നു, ഇനി അവർക്ക് വോട്ട് ചെയ്യില്ല എന്ന് പ്രതിജ്ഞ നടത്തുന്നു, കോലം കത്തിക്കുന്നു, ചെരുപ്പൂരി അടിക്കുന്നു, കരിവാരി പൂശു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ.